ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോട്ടെ. എന്നിട്ട് ബിരിയാണി എന്നിട്ട് ഡിണ്ടിഗൽ ബിരിയാണി. ഓക്കെ, ഡിണ്ടിഗൽ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. ഡിണ്ടിഗൽ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ, ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോണേ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ആരുണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്ന് വീണ്ടും അമ്മു തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവിടെ ചേച്ചി ഒന്നും ഉണ്ടാക്കില്ലേന്ന്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അമ്മയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാക്കി തരാറട്ടെ ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അവളുണ്ടാക്കിയ അപ്പം ഇപ്രാവശ്യം അവളുടെ അടുത്ത് ഉണ്ടാക്കാൻ പോന്നു. പിള്ളേരൊക്കെ ഉണ്ടാക്കി പഠിക്കണ്ടേ അല്ലേ? അപ്പോൾ ഇന്ന് അമ്മയാണ് ഉണ്ടാക്കണേ. ചേച്ചി 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 ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോഴും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ. അപ്പോൾ നമുക്ക് കിടക്കാം. ചെറിയ ഗ്രാമം കളിക്കാൻ പോയി കേട്ടാ. അമ്മ ഉണ്ടാക്കണേ, കുഞ്ഞ് കളിക്കാൻ പോവാ. കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഒക്കെ തട്ടിമുട്ടൊക്കെ നിൽക്കും. കുഞ്ഞിലി അവിടെ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്, കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ ചേട്ടൻ്റെ അടുത്ത് പോയി കൊടുത്ത് പോന്നു ഞാൻ. അപ്പം ഇനി അതിന് ചോറൊക്കെ കൊടുക്കണം. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കും. അപ്പം അങ്ങനെ. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, വാ. ഓക്കെ, ഇത് പപ്പയുടെ സ്പെഷ്യൽ തോക്കിലൈറ്റം. അവിടെ ബാംഗ്ലൂര് തന്നെ ഉണ്ട്. വെറുതെ അല്ലാതെ എടുത്ത് വെച്ചെന്നിട്ടാ. ഓക്കെ, തോക്ക് ഓക്കെ ഓക്കെ. ഇത് ചൂടായിട്ട് ആദ്യം നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇപ്പം നമ്മളൊരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂണ് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതെ. ഇത് ഞാൻ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2-3 സ്പൂൺ ഇട്ടിട്ട് ചെറിയുള്ളി ഒരു ഇപ്പം നമ്മുടെ എത്ര 7 പേരുണ്ട്, 7 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3-4 സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ കൂടെ 10-11 ചെറിയുള്ളിയും 3 പച്ചമുളക്, വലിയ പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഇട്ട് അരച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി. ഇത് ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കുറച്ചിട്ടിട്ട് ഈ മിക്സ് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി ഫസ്റ്റ്. വെപ്പൺ ഓഫ് മൈ ചോയ്സ്. ദിസ് ഈസ് ദി വെപ്പൺ ഓഫ് മൈ ചോയ്സ്. നിങ്ങൾക്ക് വിചാരിക്കണ്ടാവും എന്താ ഇവിടെ ഭയങ്കര ലൈറ്റെന്ന്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അളിയൻ എനിക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തെന്ന്. ലൈറ്റൊക്കെ കൂടി ഉണ്ട് കേട്ടോ, കാരണം ചേച്ചി ഒരു യൂട്യൂബറാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതന്നെ ഈ കുക്കിംഗ് ചാനലാട്ടോ ചേച്ചിയുടെ. കേക്ക് ബേക്കിങ് അങ്ങനെ. പിന്നെ ഡെയിലി വ്ളോഗ് ഇട്ടിരുന്നു. പിന്നെ നിർത്തി. ആൾക്ക് നാളെ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ആള് നിർത്തി. മീൻസ് ഡെയിലി ഇടുന്ന വീഡിയോ ഡെയിലി ഇടാറില്ല, അങ്ങനെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് എന്താ പറയാ, കുക്കിംഗ് മാത്രം, കേക്കും ബേക്കിങ്ങും മാത്രമായിട്ടാ. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. അപ്പം അത് കാരണം ഇവിടെ എല്ലാ ഇതുണ്ട്, എന്താ പറയാ, ക്യാമറയും മൈക്കും എല്ലാം ഉണ്ട്. അപ്പം അത് കാരണം എനിക്ക് ചേട്ടൻ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് നീ ചെയ്തോ എന്നും പറഞ്ഞിട്ട്. ഇത് വെളിച്ചെണ്ണയും നെയ്യും ഇട്ടിട്ട് അതൊന്ന് വറ്റി ചൂടായി വരുമ്പോഴാണ് നമ്മുടെ ഈ മിക്സ് ഇടാൻ പോകുന്നത്. ചൂടായിട്ടുള്ള വലിയ പാത്രമാണ്, പപ്പയുടെ പാത്രമാണ്, ബിരിയാണി പാത്രം. പപ്പ ഇത് ഗൾഫിൽ പോയപ്പോ പപ്പ അവിടെ എന്താണോ ലുലുമോളിൽ പോയപ്പോ പപ്പ നല്ല ചെറുതാണല്ലോ. ഇവിടെ എല്ലാരും ബിരിയാണിക്കാരും. ഇപ്പൊ നമ്മുടെ അവിടെ ചോറ് വരി ഇവിടെ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നു. അങ്ങനെ വെക്കണ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ഇച്ചിരി കുറവാ അല്ലേ ബിരിയാണി, പായത്തേനേക്കാൾ അപേക്ഷിച്ചു. ഇപ്പൊ ഇത്തിരി കുറവാണ്. മുമ്പൊക്കെ എന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ബിരിയാണി അങ്ങനെ കഴിച്ച് ഇടയ്ക്കിടയ്ക്കല്ലേ കഴിക്കാറുണ്ട്. അപ്പൊ ബിരിയാണി കഴിച്ച് ബിരിയാണി അപ്പൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ എന്നും ബിരിയാണി കഴിച്ച് ആകെ മടുപ്പായിട്ട് പിന്നെ കുറച്ച്
പിന്നെ ഇപ്പൊ കഴിക്കണത് മന്തിയാണ് കേട്ടാ പക്ഷെ അത് ആഴ്ചയിലൊന്നുമില്ല. ആഴ്ച മാസത്തില്. ഓക്കെ. ഇപ്പൊ മന്തി പുതിയ പുതിയ സാധനങ്ങള് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ പുതിയ തോന്നുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ടാവും. നീ ഉണ്ടാക്കും മന്തി? മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൂതി വരുമ്പോ പല പല സാധനങ്ങളുണ്ടാവും. ഇവള് നന്നായി കുക്ക് ചെയ്യട്ടെ. ഇവള് അന്ന് എന്താണ്ടി ഉണ്ടാക്കിയ സ്ലൈഡർ. അത് അടിപൊളിയായിരുന്നു കേട്ടാ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. പക്ഷെ അമ്മ എടുത്തിട്ടില്ല. ഞാനിവിടെ തട്ടില്ല. പക്ഷെ അത് അടിപൊളിയാണ്. ഇനി ഒരു ദിവസം വരുമ്പോ ഉണ്ടാക്കിയാണോ? ഓക്കെ. ഉണ്ടാക്കും. അപ്പൊ ഇത് ഇഷ്ടായ പിന്നെ ഉണ്ടാക്കാം. ആരും ഉണ്ടാക്കില്ല, ഞാൻ തന്നെ ഉണ്ടാക്കും. ഇഷ്ടായില്ലെങ്കിൽ കാരണം സപ്പോർട്ടില്ല നിങ്ങടാവിന്. ഞാൻ തന്നെ എല്ലാം കഴിക്കണം. ഇഷ്ടായില്ലെങ്കിൽ കുഞ്ഞിനും ഇഷ്ടായ ഭാഗ്യം, അവളും കൂടി കയറും. അവൾക്കും ഇഷ്ടായില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തല്ലോ. മര്യാദയ്ക്ക് എടുത്തോളാം. കുറെ കാര്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മോച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഈ സാധനം ഐസ്ക്രീമും മോച്ചി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോയില് നോക്കിയാൽ മതി. മോച്ചി ഉണ്ടാക്കുന്നത് അത് കൊറിയൻ ഡിഷാ. കൊറിയൻ സ്നാക്ക് വരി. അപ്പൊ ഇതെന്ത് പറ്റി, മോച്ചി ഉണ്ടാക്കിയപ്പോ ഇത് എന്റെ വളിപ്പായി ഫ്ലോപ്പായി. മോച്ചി കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അന്നത്തെ ഇപ്പൊ പ്രാവശ്യം ഉണ്ടാക്കിയത് മോച്ചി ഹോട്ട് പോട്ടാണ്. അത് മോച്ചിയല്ല, മോച്ചി ഐസ്ക്രീം ഡിഷാ. ഐസ്ക്രീം ഞാൻ വിചാരിച്ചാ മോച്ചി. ഇപ്പൊ ഞാൻ മോച്ചിയാ നല്ലത് ഹോട്ട് പോട്ടാ നല്ലത്? ഹോട്ട് പോട്ട്. മോച്ചിയൊക്കെ വളിപ്പായില്ലേ, ഫ്ലോപ്പായി. അവര് പറഞ്ഞ റെസിപ്പിയില് എനിക്ക് ആ കറക്റ്റ് സാധനങ്ങളില്ല. പിന്നെ അവര് കുറെ തരം ടെക്നിക്കുകൾ ഉപയോഗിക്കട്ടെ. എനിക്ക് ആ ടെക്നിക്ക് ഇതുവരെ എനിക്ക് ശരിയായി കിട്ടും. അത് കാരണം എന്റെ അത് ശരിയായി വന്നില്ല. എല്ലാവർക്കും എല്ലാരും അവർക്ക് വിട്ട് വിഷമായുടെ കുട്ടിക്ക് ഞാൻ തന്നെ എല്ലാരും ഇറക്കി വിട്ടപ്പോ കുഞ്ഞും ഇടക്കിടക്ക് ഇത് മോച്ചി കണ്ടു. മോച്ചി നല്ല രസം പോലെ കാണാൻ. ആള് 2 സിപ്പ് അടിക്കുള്ളൂ. ഇത് മോച്ചി രസം പോലെ കാണാൻ പറഞ്ഞ ആളെ കണ്ടുണ്ടാക്കി. അവളുണ്ടാക്കി, അവൾ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചു. പിന്നെ കഴിച്ചില്ല. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. അവള് കുഞ്ഞായതുകൊണ്ട് ചിലപ്പോ വരാത്തിരിക്കും. എന്താ വെച്ചാൽ അവൾക്ക് ഈ ഒട്ടലായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടല്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. എനിക്ക് കുറച്ച് വലുതല്ലേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ ചിലപ്പോ ശരിയാകുമ്പോ ഇപ്പൊ ഇതേ നമ്മള് ആ മിക്സ് അരച്ച് വെച്ചത് അതും ഉപ്പിട്ട് നന്നായി ഇളക്കി ഒരു മണം മാറി തുടങ്ങി. മാറി തുടങ്ങി. അപ്പൊ ഇത് ഈ മാറി തുടങ്ങുമ്പോഴാണ് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടണ്ടാവും. മഞ്ഞപ്പൊടി ഇതാവട്ടെ. ഇവിടെ ഈ ഷെൽഫിമൊക്കെ പല പല ബ്രഷുകൾ ഇരിക്കുന്നു. അതെന്താ വെച്ചാൽ എൻ്റെ ഈ പെയിൻറ്റ് ബ്രഷ് വാങ്ങിക്കുമ്പോൾ കുഞ്ഞു അത് വലിയതൊക്കെ കുഞ്ഞു അക്രിലിക് പെയിൻറ്റ് വെച്ച് കഴുകാണ്ട് കിടക്കുകയാണ്. അമ്മ ചെറുതുകൾ അടിച്ചു പറ്റും ചെയ്യും അമ്മയുടെ കേക്കിന് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ കളർ. കുഞ്ഞില് അവിടെ എന്തിട്ട് എടുക്കണേന്ന് അറിയില്ല കേട്ടാ. അച്ഛൻ്റെ കൂടെ പോകണ്ടായിരുന്നു. അച്ഛൻ മോളും എന്തെടുക്കാന്ന് അറിയില്ല. അച്ഛന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാനുണ്ടല്ലോ താഴെ കുറച്ചേരത്തെ താഴെ പോയി. ഞാനും കുഞ്ഞും കൂടെ പോയതാ. ചേച്ചിയുടെ താഴെയുള്ളത് കുഞ്ഞും കൂടെ പോയതാ. താഴെ പോയിട്ട് അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലമ്മ എനിക്ക് എപ്പോഴും താഴെ പോയി ഊഞ്ഞാലാടണം കുഞ്ഞിലേക്ക്. അപ്പൊ താഴെ പോയി ഊഞ്ഞാലാടിയപ്പോൾ അപ്പം അമ്മ വിളിച്ചു. അപ്പം അമ്മയും ട്വിൻ സിസ്റ്ററായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കണ നേരത്ത് എനിക്ക് ഊഞ്ഞാലാടുന്ന നേരത്ത് ഫോണും നോക്കിയിരിക്കുക. അങ്ങനെ എനിക്കങ്ങനെ ആവാറുണ്ട്. കാരണം വണ്ടിയിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ ഫോൺ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങും, ഛർദ്ദിക്കാനൊക്കെ വരും. അതുമാതിരി ഊഞ്ഞാലാടുന്ന നേരത്ത് അവരുടെ അടുത്ത് ഫോൺ നോക്കി വർത്താനം പറഞ്ഞപ്പോൾ ഛർദ്ദിക്കാൻ വരവ്, പിന്നെ തല ചുറ്റൽ ഒക്കെ ആയപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് കുറച്ചു നേരം കിടന്നു. ഇപ്പം പിന്നെ സോഡയും നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് സോഡ ഒഴിച്ച് കുടിച്ചപ്പോൾ സെറ്റായിട്ടാണ്. അപ്പം എനിക്ക് പറ്റാണ്ട്
ആയിരുന്നു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എടുക്കാൻ കുഴപ്പമില്ല എന്നാണ്. അപ്പൊ ചേട്ടൻ ഉണ്ണീനെ പിടിച്ചാണ് നിൽക്കുക. എന്തിട്ട് എടുക്കണേന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കി നോക്കട്ടെ. ഉണ്ണി പുറത്ത് പോയി കാട്ടാ. ചേട്ടൻ ഉണ്ണീനെ കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി. കരഞ്ഞ് വെള്ളം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചിട്ട് ചേട്ടൻ താഴെ ഉണ്ണീനെ കൊണ്ടുപോയി. അപ്പൊ പിന്നെ ടെൻഷനില്ല. ഇനി ഫുഡ് കൊടുക്കണം. ഉണ്ണി വന്നിട്ട് വിശക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര ചുമയാട്ടാ. ജലദോഷം മാറിയപ്പോൾ ചുമയായി. പിന്നെ ഇതിന്റെ മണമുണ്ട്. അപ്പൊ അതെല്ലാം ഭയങ്കര ചുമയായി. മെയിൻ മസാല ഇടാൻ പോട്ടപ്പോ നല്ല കളർഫുൾ ആയി കാണിച്ചത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, തൈരിട്ട് മിക്സ് ചെയ്തു. ഇനി മെയിൻ മസാല ഇതാണ് എൻ്റെ ഡിണ്ടിഗൽ മസാല. ഡിണ്ടിഗൽ മസാലയാണ് കേട്ടത്. ഇത് ഹോം മെയ്ഡ്. അത് ഞാൻ ഇവിടെ ഹെൽപ്പിന് വന്നാട്ടാ. ഹെൽപ്പിനും പിന്നെ പ്ലസ് വീഡിയോ. ഇത് എത്ര നേരം എടുക്കൂടാ? ഇവിടെ ചിക്കൻ ഉണ്ട്, ഇതിന്റെ റൈസ് ഉണ്ട്. ഇത് എന്ത് റൈസാടാ? ബസ്മതി സാമ്പാർ റൈസ്. ഇത് ഒരു മന്തി റൈസ് പോലെ ഉണ്ട്. വന്നിട്ടാ മെയിൻ മസാല വരെ ഇട്ട് നിർത്തി. അപ്പൊ മഞ്ഞൾ ഇടുന്നുണ്ട്. തക്കാളി വേണം. തൈരിട്ടത് ഇല്ലടി, അത് ചൂടില്ലാത്തതാ. തൈര കുറച്ച് മല്ലിയും പുതിനയും. ഇത്ര ഉള്ളൂടെ പണി. ആ മസാലയിൽ എന്തിട്ടാ? സീക്രറ്റ്. ഓക്കെ. അടച്ചു വെച്ചു. ഇനി വെള്ളം ഒഴിക്കണം. ഇതിന് ആവശ്യത്തിനല്ല ഒഴിക്കണ്ട്. കൂടുതൽ ഒഴിക്കണോ? അരിനും ഒഴിക്കണം. അരിനും ചേർത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതിപ്പോ നമ്മ 4 ഗ്ലാസ്സാ കപ്പാ? ഇപ്പൊ 4 ഗ്ലാസ് അരി എടുത്തിട്ട് ഇപ്പൊ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം. ഇപ്പൊ നമ്മൾ 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ 8 കപ്പ് വെള്ളം അത് ഒഴിച്ചിട്ടുണ്ട്. 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് അരി ഇതേ വേണ്ടുള്ളൂ. പിന്നെ അത് 10-25 മിനിറ്റ് ദം ചെയ്ത് വരുമ്പോൾ റെഡി ആവും. വന്നിട്ട് ആൾക്കുന്നതാണ്. എങ്ങനെ പോയിരുന്നേ അമ്മ തങ്കൂടെ വായിലുണ്ട്. അപ്പിച്ച് തങ്കു ഓക്കെ. ഹായ്, ഹലോ, ഉടനെ ഹലോ ഹായ് പറഞ്ഞേ. ഹായ് തങ്കു എന്തി അയ്യേ അപ്പ എന്തി അട്. അയ്യോ ഭയങ്കര കുമ്മാടിപ്പിന്. ഭയങ്കര കുമ്മാടി. ഇതിന് ഉറക്കാൻ വന്നിട്ട് അതെ ഗമൻ റെഡി അയച്ചു. ഇനി നമുക്ക് മറവാ മാറ്റട്ടെ. വെച്ചോ ഫോൺ മാറ്റിട്ട് പോവാനാ ഇല്ല. സോ ഇത് തിളച്ച് വരും. വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വരും. അപ്പം നമുക്ക് അരി ഇടാം. ബാസ്മതി റൈസ് എടുത്തേക്കാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. ഇവിടെ കുഞ്ഞിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക അരി. അരി അല്ല, മുട്ട. ചോറും ഇവിടെ കുഞ്ഞിക്ക് റെഡി ആയിട്ടുണ്ട്, കുഴച്ചൊക്കെ. ആകെ കരച്ചിലായിരിക്കും അപ്പം. ഇനി എത്തുന്നാ മതി. അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അരി മേലേക്ക് പൊന്തി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം 2 മിനിറ്റത്തേക്ക്. അപ്പം അമ്മ ഇപ്പുറത്ത് ബിരിയാണിക്ക് ഗ്രേവി അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക. യെസ്. ബ്രിഞ്ചോള് വേണ്ട അതിന്. അതില്ലാണ്ട് അത് ഉണ്ടാക്കാൻ പറ്റില്ല. എവിടെ? അതെ. അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബിരിയാണി ഷെഫ് അമ്മുവാ. ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. എടി ഈ അരി വന്നിട്ട് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അമ്മ അതേ മല്ലിയിലയും പുതിനയിലയും ഇട്ടു നമ്മളപ്പുറത്ത് പോയപ്പോൾ. ഇതിനി ഒരു 20 മിനിറ്റത്തേക്ക് വേവിക്കാൻ ദം ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അമ്മേ, ചെക്ക് ഇൻ ഓൺ ദ ബിരിയാണി. കമോൺ. ഒരു 15-18 മിനിറ്റ് ആയി കാണുന്നു. മാറിക്കോ. അടിപൊളി. ഒരു 5 മിനിറ്റ് കൂടി വെക്കേണ്ടി വരും. പപ്പ ബൈ ടാറ്റ. പപ്പ ടാറ്റ പോവാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടിട്ടാ പറഞ്ഞത്. ടാറ്റ ടാറ്റ. ഇതിനെന്താ ചേച്ചി പറയാ? എണ്ണ കത്രിക്ക. ഇതാണ് ഗ്രേവി, ബിരിയാണിയുടെ ഗ്രേവി. നമ്മുടെ നാട്ടിലൊന്നും കേട്ടില്ലല്ല ഇത്. ബിരിയാണിക്ക് ഗ്രേവി ഇല്ലല്ലോ. ഔട്ട് ഓഫ് കേരള മാത്രമേ ഉള്ളൂ. ഷുഗർ, ഇങ്ങോട്ട് നോക്കൂ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാ. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി പതുക്കെ ഇളക്കി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ റൈസൊക്കെ വിട്ടു പോകും. അപ്പം പിന്നെ നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. മറ്റേ സാധനം ഞാൻ എടുത്തില്ല. ഗ്രേവിയോ? എന്ത് വേണ്ട? രസമുണ്ടോ അത്? ഇച്ചിരി എടുത്തില്ല. വേണ്ട, അത് വേണ്ട. അപ്പം ഇത്രേ ഉള്ളൂ ഇവിടെ നമ്മുടെ വീഡിയോ. ബിരിയാണി, ഞാൻ ഈ ബിരിയാണി ആദ്യമായിട്ട് കഴിക്കണം. ദിണ്ടിഗൽ ബിരിയാണി. ദിണ്ടിഗിൽ തന്നെയല്ലേ ചേട്ടാ? ദിണ്ടിഗൽ ബിരിയാണി ആദ്യമായിട്ട് കഴിക്കണം. അമ്മ കുറച്ച് നേരം ഉണ്ടാക്കിയുള്ളൂ, പിന്നെ ഒക്കെ ചേച്ചിയും ഉണ്ടാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, അപ്പം അതും നല്ല രസമുണ്ടായിരുന്നു.
എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെന്താ ഉണ്ണി ഉറങ്ങി. ഉണ്ണിക്ക് നല്ല ഉറക്കം വന്നിട്ട് ക്ഷീണമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് കുറേ നേരം കളിച്ചു, താഴൊക്കെ പോയി കുറേ നേരം കളിച്ചു. അപ്പം ക്ഷീണമായിട്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും ആള്, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കിടന്നുറങ്ങും. മിക്കത് എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്, വർത്താനം സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾ എഴുന്നേക്കും. അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ആൾ എഴുന്നേറ്റ് കളിയാവും. അപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം മിക്കതും എണീപ്പിക്കും. പക്ഷെ അതൊന്നും വീഡിയോയിൽ എടുക്കണില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി പിന്നെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.